welcome back to our channel. അഞ്ചാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ആ പാഠ വിശദീകരണവും അതോടൊപ്പം അതിലെ എല്ലാ പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അഞ്ചാം ക്ലാസ് കൂട്ടുകാരുടെ മറ്റ് സബ്ജക്റ്റുകളായിട്ടുള്ള മാത്സ്, മലയാളം, കേരള പാഠാവലി, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അഞ്ചാം ക്ലാസ് കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ആകെ ഒരു ടെക്സ്റ്റ് ബുക്കാണുള്ളത്. ആ ടെക്സ്റ്റ് ബുക്കിൽ എത്ര യൂണിറ്റുകളാണ്? 3 യൂണിറ്റുകളാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ യൂണിറ്റിന്റെ പേരെന്താണ്? കളിയല്ല കളി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. അതിൽ 3 പാഠങ്ങളാണുള്ളത്. 3 പാഠങ്ങളുടെ പേരെന്തൊക്കെയാണ്? ടോമോയിലെ കായികമേള, കാട്ടിലെ കളികൾ, പന്ത് കളിക്കാനൊരു പെൺകുട്ടി. അപ്പൊ എന്നീ 3 പാഠങ്ങളാണുള്ളത്. അടുത്ത യൂണിറ്റ് ഏതാണ്? യൂണിറ്റിന്റെ പേരാണ് കനിവായ് നിലവായ് എന്ന് പറയുന്നതാണ് യൂണിറ്റിന്റെ പേര്. അപ്പൊ അതിലും 3 പാഠങ്ങളാണുള്ളത്. ആദ്യത്തെ പാഠം മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു, പരിക്കേറ്റ കുട്ടി, നന്മ പൂക്കൾ. അപ്പൊ എന്നീ പാഠങ്ങളാണ് രണ്ടാമത്തെ യൂണിറ്റിലുള്ളത്. ഇനി മൂന്നാമത്തെ യൂണിറ്റിൽ എന്തൊക്കെയാണുള്ളത്? മൂന്നാമത്തെ യൂണിറ്റിൽ കനൽ വഴിയിൽ കരുത്തോടെ എന്ന് പറയുന്ന യൂണിറ്റിൽ 3 പാഠങ്ങൾ തന്നെയാണുള്ളത്. അതിൽ ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? ഒന്നല്ലൊരു കോടി മാവേലിമാർ, ഭൂമിക്കു വേണ്ടി, എരുതിയിലുയിരോടെ. അപ്പൊ എന്നീ പാഠങ്ങളാണുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ മൊത്തം നമുക്ക് 9 പാഠങ്ങളും 3 യൂണിറ്റിലെ പ്രവേശികയുമാണ് നമുക്ക് മൊത്തത്തിൽ ഈ കൊല്ലം മൊത്തം പഠിക്കാനുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കളിയല്ല കളി എന്ന് പറയുന്നതിലെ ഒന്നാമത്തെ പാഠമായ ടോമോയിലെ കായികമേള എന്ന് പറയുന്നതാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് പ്രവേശികയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വേണം ക്ലാസ് കേൾക്കാൻ വന്നിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് പാഠഭാഗം നോക്കാം. യൂണിറ്റ് 1 കളിയല്ല കളി. ഇവിടെ ഒരു കളി കൊടുത്തിട്ട് കളിയുടെ അതായത് ഫുട്ബോളിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് ശേഷമുള്ളതൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ കൂട്ടുകാരും എൻ്റെ കൂടെ വായിച്ചു നോക്കണേ. ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി, അതും ആൺകുട്ടികളെ എതിർത്ത്. ഇതുവരെ കളിക്കാത്തത് കൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളയാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമൊന്നുമല്ലെന്ന്. ഞങ്ങളുടെ കളി കണ്ട് മാഷ് ഞങ്ങളോടൊപ്പം ചേർന്നു. മാഷ് ഒരു അടി അങ്ങ് അടിച്ചു കൊടുത്തു. അപ്പോഴല്ലേ രസം. പന്തിനു പകരം മാഷിന്റെ ചെരുപ്പ് പോസ്റ്റിൽ അടിച്ചു ഗോളായി. ഒരു കുട്ടിയുടെ കളി അനുഭവം വായിച്ചുവല്ലോ. അപ്പൊ ഇത് ഒരു കുട്ടി എഴുതിയിട്ടുള്ള കളി അനുഭവമാണ്. അപ്പൊ ഈ ചിത്രത്തിലേതുപോലെ അവർ കളിക്കാൻ പോയപ്പോൾ ഫുട്ബോൾ ആണ് കളിക്കുന്നത്. അപ്പൊ മാഷ് കൂടെ ചേർന്നു. മാഷ് അടി അടിച്ചപ്പോ എന്താണ് പോയത്? പന്തിന് പകരം പോയത് ചെരുപ്പാണ്. അതങ്ങനെ ഗോളായി മാറി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു കുട്ടിയുടെ കളി അനുഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ്. വീട്ടിലും സ്കൂളിലും കൂട്ടുകാരടുത്ത് നിങ്ങൾ കളിക്കാറുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ? എല്ലാവരും പറയണേ. അപ്പൊ നിങ്ങളോടൊരു കളി അനുഭവം എഴുതാനാണ് അല്ലെങ്കിൽ പറയാനാണ്. അപ്പൊ ക്ലാസ്സിൽ നിങ്ങൾ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ടാകും. ടീച്ചർ നിങ്ങളുടെ ഓരോരുത്തരുടെ കളി അനുഭവം ഷെയർ ചെയ്യാൻ പങ്കുവെക്കാൻ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ ഏത് കളി അനുഭവമാണ് പറഞ്ഞത്? ഒരുപാട് പേർക്ക് ഒരുപാട് കളി അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞു നിൽക്കുന്ന ഒരു കളി അനുഭവം, അല്ലെങ്കിൽ വേനൽക്കാലത്ത് സ്കൂൾ പൂട്ടിയതിനു ശേഷം കളിച്ച ഒരു കളി, അങ്ങനെ അല്ലെങ്കിൽ സ്കൂളിൽ PT പീരീഡ് കളിച്ച കളി, അങ്ങനെ ഒരുപാട് കളി അനുഭവം ഉണ്ടാവും. അപ്പൊ കൂട്ടുകാർ പറഞ്ഞു നോക്കുക അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതുക. അപ്പൊ ഞാനിവിടെ ഒരു കളി അനുഭവം ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് കളി അനുഭവം ചോദ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ മാതൃകയിലൊക്കെ എഴുതാവുന്നതാണ്. അപ്പൊ എൻ്റെ കളി അനുഭവം: എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളി ക്രിക്കറ്റ് ആണ്. ഒരു ദിവസം വൈകുന്നേരം ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം വീടിന്റെ സമീപത്തുള്ള മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അന്ന് ഞാൻ ആദ്യമായാണ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. ആദ്യം എനിക്ക് പന്ത് ശരിയായി അടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാവരും ചിരിച്ചു. പക്ഷേ ഞാൻ നിരാശപ്പെട്ടില്ല. കുറച്ചു സമയത്തിന് ശേഷം ഒരു പന്ത് നന്നായി അടിക്കാൻ എനിക്ക് കഴിഞ്ഞു. പന്ത് വളരെ ദൂരെ പോയപ്പോൾ എല്ലാവരും എന്നെ അഭിനന്ദിച്ചു.
അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ആ ദിവസം ഞാൻ മനസ്സിലാക്കിയത് ഏതൊരു കളിയും ആദ്യം എളുപ്പമല്ലെന്നും പരിശീലിച്ചാൽ നന്നായി കളിക്കാൻ കഴിയുമെന്നുമാണ്. ആ കളിയനുഭവം ഇന്നും എനിക്ക് മധുരമുള്ള ഒരു ഓർമ്മയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കളിയനുഭവം നിങ്ങൾ പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതുക. അപ്പൊ അതാണ് നമ്മുടെ യൂണിറ്റിന്റെ പ്രവേശിക. അപ്പൊ നിങ്ങൾക്ക് ഈ യൂണിറ്റിന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ യൂണിറ്റിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നതിൽ 3 പാഠമാണുള്ളത്. അപ്പൊ ഈ 3 പാഠഭാഗവും കളിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കാം. ഇനി നമുക്ക് ഒരു സ്കൂൾ കായികമേള പരിചയപ്പെടാം. അപ്പൊ എന്താണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്? സ്കൂൾ കായികമേളയാണ്. അപ്പൊ പാഠത്തിന്റെ പേരെന്താണ്? കൂട്ടുകാരെല്ലാവരും ഉറക്കെ വായിച്ചേ. ടോമോയിലെ കായികമേള. ടോമോയിലെ കായികമേള. അപ്പൊ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, മറ്റെന്തിനും എന്ന പോലെ ടോമോയിലെ കായികമേളക്കും ഉണ്ടായിരുന്നു ഒരു അപൂർവത. ഇതര എലിമെന്ററി സ്കൂളിലേതുപോലെ തുല്യമായ 2 മത്സര ഇനങ്ങൾ മാത്രം. വടംവലിയും 3 കാലിൽ ഓട്ടവും മറ്റുള്ളവരെ എല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ്. വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ. സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ. ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള ഓട്ടമെടുക്കാം. അപ്പോൾ ഒരു ടോമോയിലെ സ്കൂളിൽ കായികമേള നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സ്കൂൾ മറ്റുള്ളത് പോലെയല്ല. ആ സ്കൂളിൽ നിന്ന് ലഭ്യമാകുന്ന സാധാരണ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു കായികമേളയാണ്. അപ്പൊ നമുക്കിനി മീൻ വായിലൂടെയുള്ള ഓട്ടം പരിചയപ്പെടാം. അപ്പൊ ഇതിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു മീനിന്റെ വായിലൂടെ കുട്ടികളെല്ലാം ഇങ്ങനെ ഓടിയിട്ട് അവിടെ കുട്ടി ജയിച്ചിട്ട് എത്തുന്ന കുട്ടിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടി, ഇത് നിരീക്ഷിക്കുന്ന ഒരു കുട്ടി, അങ്ങനെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് നോക്കാം മീൻ വായിലുള്ള ഓട്ടം എന്താണെന്ന്. മത്സ്യാകൃതിയിലുള്ള കുഴലിന്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച ചായം തേച്ച് മോടിപ്പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ്. ഇവയെ സ്കൂൾ മൈതാനത്തിന്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു. മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും. വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം. തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോൾ മീൻ വായിൽ ഓട്ടം അവസാനിക്കുന്നു. ടോമോയിൽ ആകെ 3 മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 3 പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിന് പങ്കെടുക്കാൻ കഴിയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഇങ്ങനെയുള്ള ഇത് പണ്ട് സുലഭമായിരുന്നു. അപ്പൊ ഇതിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൂടെ ഓടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ജയിക്കും. ഒരേ സമയം 3 കുട്ടികളാണ്, കാരണം അവിടെ 3 മത്സ്യത്തിന്റെ ഈ ആകൃതിയിലുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതാണ് മീൻവാലിയിൽ ഓട്ടം എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും, മീൻവാലിയിൽ ഓട്ടം. ഇനി അടുത്തത്, സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം, പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല. അപ്പൊ നിങ്ങളിത് കേട്ടപ്പോൾ ഇതെന്ത് എളുപ്പമാണ്, ഇതിലൂടെ മീനിലൂടെ ഓടാൻ നല്ല എളുപ്പമാണെന്ന് നിങ്ങളും കരുതിയിട്ടുണ്ടാകും. പക്ഷെ ഇത് അത്ര എളുപ്പമുള്ളതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. മത്സ്യത്തിന്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതുമാണ്. അപ്പൊ എന്താണ് മത്സ്യത്തിന്റെ ഉദരം എന്ന് പറയുന്നത്, അതിലൂടെ പോകുന്ന ആ ഭാഗം എന്ന് പറയുന്നത് ഇരുട്ട് നിറഞ്ഞിട്ടുള്ളതാണ്. ദിഗ്ഭ്രമം പിടിപെട്ടാൽ അത്ര സമയമൊന്നും വേണ്ട. ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിന്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി. അബദ്ധം പിന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ടോട്ടോച്ചാൻ. അപ്പൊ എന്താണ്, നമുക്ക് വളരെയധികം പേടി തോന്നുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പോയ ആ വഴിയിലൂടെ തന്നെ തിരിച്ചും വരുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻ വായിലോട്ടം. കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ തുടങ്ങും. അപ്പൊ എന്താണ് പറയുന്നത്, കുട്ടികൾക്ക് ഇങ്ങനെ ഇതിലൂടെ ഓടുമ്പോൾ മനസ്സിലാകാത്തത് കാരണം എന്താണ്, കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോവുക, അങ്ങനെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ കാണുന്ന കാണികൾക്ക് എന്താണ് മനസ്സിലാകുക, ഇത് മീനിന് ജീവൻ വെച്ചതുപോലെ നമുക്ക് തോന്നും. വടംവലി മത്സരത്തിൽ വടം ആഞ്ഞു വലിച്ച് ഹേ ഹോ എന്ന് ആർപ്പുവിളിയുമായി കൊബയാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. അപ്പൊ ആരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അടുത്ത കഥാപാത്രമാണ് കൊബയാഷി മാസ്റ്റർ. മറ്റ് അധ്യാപകരും കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് വടംവലി മത്സരത്തിന് തുടങ്ങും. വടംവലി പങ്കെടുക്കാനാവാത്ത യാസുക്കി ചാനെ പോലുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. അപ്പൊ യാസുക്കി ചാൻ എന്ന് പറയുന്ന കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് എന്താണ്, കളിക്കാൻ സാധിക്കില്ല കളി. അപ്പൊ അങ്ങനത്തെ കൂട്ടുകാരാണ് അവിടെ മത്സരം നിയന്ത്രിക്കുക. വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിന്റെ മധ്യത്തിലേക്ക് കൈലേസി കണ്ണുനട്ട്
അങ്ങനെ നിൽക്കും. അപ്പൊ ഇവിടെ ചിത്രം നോക്കിയാൽ മനസ്സിലാകും. അപ്പൊ ഇതാണ് യാസികിച്ചാൻ. അപ്പൊ ആ കുട്ടിക്ക് വീൽ ചെയറിലാണ് ആ കുട്ടി. അപ്പൊ ആ കുട്ടിന് കാലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വടംവലി കളിക്കാൻ പറ്റില്ല. അപ്പൊ ആ വടംവലിയുടെ കളി നിർണ്ണയിക്കുന്നതും ആരാണ് വിജയി എന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ കളി നോക്കി നിൽക്കുന്ന ഇതുപോലുള്ള കൂട്ടുകാരാണ്. അപ്പൊ ഇവിടെ വടംവലിയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അധ്യാപകരും കുട്ടികളും എല്ലാവരും കൂടി വടം വലിക്കുന്നുണ്ട്. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിലെ വ്യത്യസ്തമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇനി റിലേ ആണ് അടുത്തത് പറയുന്നത്. ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ചു താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു. ഒറ്റനോട്ടത്തിൽ തികച്ചും നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ പടവുകൾ അസാധാരണമാം വിധം നേർത്തും ഇടുങ്ങിയതുമാണ്. മാത്രമല്ല ഓരോ കാൽവെപ്പും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അടുത്തതാണ് റിലേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മീൻവായിലോട്ട് പഠിച്ചു, വടംവലി, റിലേ. ഇപ്പൊ റിലേ എന്ന് പറയുന്നത് ആ സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്നതാണ്, പക്ഷെ ആരും ദീർഘദൂരം നടക്കേണ്ടതില്ല. അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ്? അർദ്ധവൃത്താകൃതിയിലുള്ള കോൺക്രീറ്റ് പടവുകളൊക്കെ മുകളിലൂടെ തിരിച്ചു താഴോട്ടും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു. പക്ഷെ എന്താണ്? അത് നേർത്തതും ഇടുങ്ങിയതുമാണ്. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിലൂടെ നടക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നീളം കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ. കാരണം അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ ഉള്ളവർക്ക്. വേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടി മറിഞ്ഞു നടക്കാറുള്ള സുപരിചിതമായ പടവുകൾക്ക് കായികമേളയുടെ പ്രത്യേകത പ്രാധാന്യം കൈവരുന്നു. ആകെ 8 പടവുകൾ. ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറിയുന്ന ഒരു കാലിഡോസ്കോപ്പിയിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുന്നത്. അപ്പൊ എന്താണ്? കാലിഡോസ്കോപ്പിയെ പോലെയുള്ള ഒരു മനോഹര ദൃശ്യമായിട്ടാണ് മറ്റുള്ളവർക്ക് തോന്നുക. അപ്പൊ വീണ്ടും ടോട്ടോച്ചാനെ കുറിച്ച് പറയുന്നത്. ടോട്ടോച്ചാന്റെ ഒന്നാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായിക മേളയായിരുന്നു അത്. അപ്പൊ ഒന്നാം തരം പറഞ്ഞാൽ ക്ലാസ് 1, ഒന്നാം ക്ലാസ് ആണ്. മറ്റു കൂട്ടുകാരും പ്രഥമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമാണ്, ആദ്യത്തെ കായിക മേളയായിരുന്നു അത്. മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്ക് ആസ്വാദകരമായി തീരുകയും ചെയ്തു. അപ്പൊ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ കായികമേള. കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു. അപ്പൊ എന്താണ് അത് സംഭവിച്ചതെന്ന് നോക്കാം. ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകഹാഷിയാണ് എല്ലാ ഇനത്തിലും ഒന്നാമതെത്തിയത്. അപ്പൊ അടുത്തൊരു കുട്ടിയുടെ പേരാണ് ആരാണ് പേര്? തകഹാഷി എന്ന് പറയുന്നതാണ് എല്ലാ ഇനത്തിലും ഫസ്റ്റ് ലഭിച്ചിട്ടുള്ള കുട്ടി. അത് അവിശ്വസനീയമായിരുന്നു. മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്നു നട്ടം തിരിഞ്ഞപ്പോൾ തകഹാഷി നെടുനേരം കൊണ്ട്, അതായത് കുറച്ച് സമയം എന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് പുറത്തെത്തുകയായിരുന്നു. കൂടെയുള്ളവർ ഏണിപ്പലകൾക്കിടയിൽ നുഴഞ്ഞുകയറ്റം ആരംഭിച്ചതേയുള്ളൂ. അവൻ തിരിച്ചിറങ്ങി. ഏതായാലും ഭാരം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. അസംബ്ലി മന്ദിരത്തിന്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു. തന്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെ പോലെ മുന്നോട്ട് ചലിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി. അപ്പൊ എന്താണ്? എല്ലാ ഇനങ്ങളിലും, അതായത് മീൻവായിലോട്ടത്തിലും അതുപോലെ തന്നെ മറ്റുള്ള റിലേകളിലും എല്ലാത്തിലും അവനാണ് ഫസ്റ്റ് എത്തിയത്. കാരണം അവൻ ആ കുരുടിച്ച കാലുകൾ അവൻക്ക് പെട്ടെന്ന് തന്നെ അതിലൂടെ എത്തിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ അതിലൂടെ കടക്കാൻ സാധിച്ചു. ഈ തകഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ തന്നെ നോക്കിയിട്ടോ, പറ്റില്ല. ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. അപ്പൊ തകഹാഷി എല്ലാത്തിലും ഒന്നാമതെത്തുമ്പോൾ അവനെ തോൽപ്പിക്കണം എന്ന് ചില കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ്? അത് നടന്നില്ല, പറ്റില്ല എന്ന് എല്ലാവരും കൂടിയിട്ടുള്ള അഭിപ്രായം. അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിനെ പരമാവധി അധ്വാനിച്ചു. അധ്വാനം മിച്ചം. ഓരോ തവണയും വിജയം അവന് തന്നെ. അപ്പൊ അവരെല്ലാവരും പരിശ്രമിച്ചെങ്കിലും അവനെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ സാധിച്ചില്ല. ടോട്ടോച്ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല. അപ്പൊ ടോട്ടോച്ചാനും അവന് കഴിയുന്ന പോലെ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് ഒരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല. വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും. പക്ഷേ കടമകൾ കടക്കേണ്ട ഒരിനത്തിൽ അവർ അടിയറവ് പറയുകയെ നിവർത്തിയുള്ളൂ. അപ്പൊ അതായത് ഒരു ഓട്ട മത്സരം എന്ന് പറയുന്നത് നേരെ പോയിട്ടുള്ള ഒരു ഓട്ട മത്സരമായെങ്കിൽ ഒരു പക്ഷേ തകഹാഷിയെ മറികടക്കാൻ പലർക്കും സാധിച്ചിരുന്നു. പക്ഷെ ഇത് എന്ന് പറയുന്നത് ഒരുപാട് കടമകൾ പിന്നിട്ട് വേണം വിജയത്തിലെത്താൻ. അപ്പൊ ആ കടമകൾക്കൊന്നും എന്താണ് അവനെ തോൽപ്പിക്കാൻ, ആ കടമകളൊന്നും അവനേക്കാൾ മുന്നിലെത്താൻ മറ്റുള്ള കുട്ടികൾക്ക് പറ്റിയില്ല. അങ്ങനെ തകഹാഷിയാണ് ഒന്നാമത് എത്തിയത്.
ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും തകഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തി. എല്ലാറ്റിനെയും ഒന്നാമനായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്നു അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. അത് ശരിയാണ്, നമുക്ക് ഒരു കുട്ടിക്ക് തന്നെ എല്ലാത്തിലും ആക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് അവനക്ക് കിട്ടിയല്ലോ സമ്മാനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒരു അസൂയ തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കുട്ടികൾക്കും അങ്ങനെ തോന്നി. സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷത രീതി. അപ്പൊ സാധാരണ കായികമേളയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയും മാസ്റ്ററുടേതായിട്ടുള്ള സവിശേഷ രീതികളുണ്ട്. ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന. അപ്പൊ എന്താണ് സമ്മാനം? നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 2 ഉരുളൻകിഴങ്ങാണ്. മൂന്നാം സമ്മാനം ഒരു പിടി ചീരയാണ്. അപ്പൊ സാധാരണ ട്രോഫിയോ മെഡലോ ഒന്നുമല്ല ഇവിടെ സമ്മാനമായി കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രൈസിന് നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ, സെക്കൻഡ് പ്രൈസിന് എന്താണ് ഉരുളൻകിഴങ്ങ്, തേർഡ് പ്രൈസിന് ഒരു പിടി ചീരയാണ്. ഒരു പക്ഷേ ആർക്കറിയാം, തകഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചതേയാവാം ടോമോ ശൈലിയുടെ പ്രത്യേകത ഇനങ്ങൾ. അപ്പൊ ഇതാണ് ടോമോ ശൈലിയുടെ പ്രത്യേകമായിട്ടുള്ള കായികമേള. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാകും. ഇവിടെ തകഹാഷിക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ കാണാൻ നമുക്ക് പച്ചക്കറികളാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇവിടെയും പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് എഴുതിയിട്ടുള്ളത് തെസ്കോ കുറിയോനഗി, വിവർത്തനം ചെയ്തിട്ടുള്ളത് അൻവർ അലി എന്ന് പറയുന്നതാണ്. അപ്പൊ തെസ്കോ കുറിയോനഗി വേറൊരു ഭാഷയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അൻവർ അലിയാണ്. ടോട്ടോച്ചൻ ജനാലക്കരികിലെ വികൃതി കുട്ടി എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ടോട്ടോച്ചൻ ജനാലക്കരിയിലെ വികൃതി കുട്ടിയിൽ തെസ്കോ കുറിയോനഗി എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ടോമോയിലെ കായികമേള എന്ന് പറയുന്ന പാഠം. വളരെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലെ? നിങ്ങൾ എല്ലാവരും ചിന്തിച്ചിട്ടാകുണ്ടാവും ഇതുപോലൊരു കായികമേള നമ്മുടെ സ്കൂളിലും ഉണ്ടെങ്കിൽ എന്ന്. കാരണം മീൻ വായിലോട്ടമൊക്കെ ഒരു പ്രത്യേകത ഇരുന്നിട്ടുള്ള ഒരു കളി തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും കടക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തേത് വായിക്കാം, കണ്ടെത്താം, എഴുതാം എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതിലെ ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് ചോദ്യം തന്നിട്ടുള്ളത്? ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതും. അപ്പൊ അതായത് ഒരുപാട് സവിശേഷതകളുണ്ട്. അപ്പൊ അത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം സ്വയം എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാനിവിടെ ഉദാഹരണമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ പ്രവർത്തനത്തിന്റെ ഉത്തരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടോമോ സ്കൂളിലെ കായികമേള മറ്റ് സ്കൂളിലെ കായികമേളയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. വടംവലി, 3 കാലിലോട്ടം തുടങ്ങിയ സാധാരണ മത്സരങ്ങൾക്കൊപ്പം കൊബയാഷി മാസ്റ്റർ രൂപകൽപ്പന ചെയ്ത പുതുമയാർന്ന മത്സരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അധിക കായികോപകരണങ്ങൾ ആവശ്യമില്ലാത്തതും കുട്ടികൾക്ക് രസകരമായി പങ്കെടുക്കാൻ കഴിയുന്നതുമായ മത്സരങ്ങളായിരുന്നു അവ. മീനിന്റെ രൂപത്തിലുള്ള കുഴലിലൂടെ കടന്നു പോകുന്ന മീൻ വായിലോട്ടം അതിലൊന്നായിരുന്നു. വടംവലി മത്സരങ്ങളിൽ അധ്യാപകരും കുട്ടികളോടൊപ്പം ആവേശത്തോടെ പങ്കുചേരുമായിരുന്നു. മത്സരിക്കാൻ കഴിയാത്ത കുട്ടികൾ പോലും മറ്റ് ഉത്തരവാദിത്തങ്ങൾ നൽകി ഉൾപ്പെടുത്തുകയും ചെയ്തു. സ്കൂളിലെ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള റിലേ ഓട്ടം ക്രമീകരിച്ചിരുന്നു. ചെറിയ ശരീരപ്രകൃതിയുള്ള തകഹാഷി എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കായികമേളയിൽ ആദ്യമായി പങ്കെടുത്ത കുട്ടികൾക്ക് അത് വളരെ സന്തോഷകരമായ അനുഭവമായി. സമ്മാന വിതരണവും വ്യത്യസ്തമായ ചേര, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, ചീര തുടങ്ങി പച്ചക്കറികളായിരുന്നു സമ്മാനങ്ങളായി നൽകിയത്. ഇങ്ങനെ പല പുതുമകളും പ്രത്യേകതകളും നിറഞ്ഞതായിരുന്നു ടോമോ സ്കൂളിലെ കായികമേള. അപ്പൊ ഇതാണ് ഉത്തരം. അപ്പൊ ഇതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മീൻ വായിലോട്ടവും അതുപോലെ റിലേ, വടംവലി എന്നിവയെല്ലാം കുറിച്ചും ഇവിടെ വളരെയധികം നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തത് ടോമോയിലെ രീതികളെയാണ്. അടുത്ത ചോദ്യം ടോമോയിലെ രീതികൾ എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള. എങ്ങനെയൊക്കെയാണ് കൊബയാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത്? കൊബയാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെ കുറിച്ച് ചർച്ച ചെയ്യും. നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുമല്ലോ. അപ്പൊ കൊബയാഷി മാസ്റ്റർ എന്ന് പറയുന്നത് ആ ടോമോയിലെ കായികമേള വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു. നമ്മുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്ന സ്കൂളുകളിലോ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ അത് ചർച്ച ചെയ്തിട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് രണ്ടാമത്തെ. ടോമോ സ്കൂൾ
സ്കൂളിലെ കായികമേളയിൽ എല്ലാ കുട്ടികൾക്കും തുല്യ പ്രാധാന്യം ലഭിച്ചിരുന്നു. ഓരോ കുട്ടിയെയും അവരുടെ കഴിവുകളും പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു കൊബയാഷി മാസ്റ്റർ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ലളിതവും രസകരവുമായിരുന്ന മത്സരങ്ങൾ അദ്ദേഹം ഒരുക്കി. വിജയിക്കുന്നതിനേക്കാൾ പങ്കാളിത്തത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. മത്സരങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികൾക്കും അനുയോജ്യമായ ചുമതലകൾ നൽകി. ചെറിയ ശരീരപ്രകൃതിയുള്ള കുട്ടികൾക്കും ആത്മവിശ്വാസത്തോടെ മത്സരിക്കാൻ അവസരമൊരുക്കി. അധ്യാപകരും കുട്ടികളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതിനാൽ കായികമേള കൂടുതൽ സന്തോഷകരമായി. ഇങ്ങനെ ഓരോ കുട്ടിയെയും ഉൾക്കൊള്ളുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിലൂടെ കൊബയാഷി മാസ്റ്റർ എല്ലാവരിലും ആത്മവിശ്വാസവും സന്തോഷവും വളർത്തി. അതുകൊണ്ട് തന്നെ ടോമോ സ്കൂളിലെ കായികമേള ഒരു ഉത്സവം പോലെ എല്ലാവർക്കും ആസ്വാദകരമായിരുന്നു. അപ്പൊ കൊബയാഷി മാസ്റ്റർ ഒരു പ്രത്യേകം തരം കാര്യം തന്നെയാണ് ഇതിലൂടെ പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ളത് ആ സ്കൂളിന് വേണ്ടിയിട്ട്. കാരണം എല്ലാവരെയും മത്സരിപ്പിക്കുകയും ആർക്കും തന്നെ ഒരു മത്സരിക്കാൻ കഴിയാതെ വരികയും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വിജയിക്കുന്നതിനേക്കാൾ പങ്കാളിത്തമാണ് കൂടുതൽ പ്രാധാന്യം എന്നതും ഇതിലൂടെ മനസ്സിലാക്കി തരുന്നു. ഇനി അടുത്ത മൂന്നാമത്തതാണ് രസികൻ പ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം രസികൻ പ്രയോഗങ്ങൾ. പാഠം വായിച്ചല്ലോ. രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. മിന്നൽ വേഗത്തിൽ തകയാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി. അപ്പൊ അവിടെ നോക്കൂ, അടിവരയിട്ട ഭാഗം ശ്രദ്ധിക്കൂ. മിന്നൽ വേഗത്തിൽ, വളരെ പെട്ടെന്ന് എന്ന് പറയാൻ മിന്നൽ വേഗത്തിൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അതായത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, വളരെ പെട്ടെന്ന് തന്നെ തകയാഷി അവരെ മറികടന്നു എന്ന് പറയാം. പക്ഷെ അതിന് പകരം ഉപയോഗിച്ചതാണ് മിന്നൽ വേഗത്തിൽ എന്ന് പറയുന്നത്. ഒരു വാക്യം കൂടി നോക്കി. കരിമീൻ തടിയൻ ജീവനുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ തുടങ്ങി. സാധാരണ പറയുന്ന രീതിയിലില്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട്. അവ കണ്ടെത്തുക. അപ്പൊ ഇളകിയാടാൻ, അതുപോലെ മിന്നൽ വേഗത്തിൽ, അതൊക്കെ പറയുന്നത് ആ ഒരു രസികൻ പ്രയോഗങ്ങൾ കൂടിച്ചേർത്തപ്പോൾ അതിനെ കുറച്ചും കൂടി ആസ്വാദകരമാക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ പാഠഭാഗത്തിലുണ്ട്. അപ്പൊ അത് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാ 3ന്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3ന്റെ ഉത്തരം നമുക്ക് വായിച്ചു നോക്കാം. പാഠത്തിൽ സാധാരണ പറയുന്ന രീതിക്ക് പകരം കൂടുതൽ രസകരവും ചിത്രാത്മകവുമായ പ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. മിന്നൽ വേഗത്തിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞതായിരുന്നു മിന്നൽ വേഗത്തിൽ എന്നത് വളരെ പെട്ടെന്ന് തന്നെ ആശയം മനോഹരമായി അവതരിപ്പിക്കുന്നു. അതുപോലെ ജീവനുള്ളത് പോലെ ഇളകിയാടുക എന്ന പ്രയോഗം നേരത്തെ നമ്മൾ പറഞ്ഞതായിരുന്നു. എന്ന പ്രയോഗം കാഴ്ചക്കാരെ കൂടുതൽ സജീവമാക്കുന്നു. ഇത്തരത്തിൽ വെള്ളം കുടിക്കുക എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടായിരുന്നു. നട്ടം തിരിയുക എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടായിരുന്നു. തേച്ചിട്ട് പോകുക എന്ന് പറയുന്ന പ്രയോഗം, ചെത്തി നടക്കുക തുടങ്ങിയ പ്രയോഗങ്ങളും പാഠത്തിൽ കാണാം. ഇവ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥത്തിലല്ല, പ്രത്യേക സാഹചര്യങ്ങളെ രസകരമായും ശക്തമായും അവതരിപ്പിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് വെള്ളം കുടിക്കുക എന്നത് ഇവിടെ ശരിക്കും വെള്ളം കുടിക്കുക എന്നല്ല, വളരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസമാക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ശൈലികൾ ഭാഷയെ കൂടുതൽ ജീവന്തവും ആസ്വാദകരവുമായി മാറ്റുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വാക്യങ്ങളുണ്ട് പാഠഭാഗത്ത്. അപ്പൊ നിങ്ങൾ ഇനി വായിക്കുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അടുത്തതാണ് ചേരുമ്പോൾ പിരിയുമ്പോൾ എന്ന് പറയുന്ന 4ാമത്തെ. ഒരു അപൂർവത എന്ന വാക്ക് നോക്കൂ. ഒരു അപൂർവത. അപ്പൊ അതായത് ഒരു അപൂർവത എന്ന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയും എഴുതാം. 2 പദങ്ങളാക്കി ചേർന്നിരിക്കുന്നു. ഇങ്ങനെ 2 വാക്കുകൾ ചേർന്ന് ഒറ്റ വാക്കാക്കി എഴുതിയ മറ്റു പദങ്ങൾ പാഠത്തിൽ കണ്ടെത്തി അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളായി എഴുതുക. അപ്പൊ ഒരു അപൂർവത എന്ന് പറയുന്നത് ഇങ്ങനെയും എഴുതാം, 2 വാക്യങ്ങളായിട്ടും എഴുതാം. അപ്പൊ അതുപോലെ ഉള്ളത് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പൊ നിങ്ങളിത് പാഠഭാഗം വായിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വായിക്കാൻ. പാഠത്തിൽ 2 പദങ്ങൾ ചേർന്ന് രൂപപ്പെട്ട നിരവധി വാക്കുകൾ കാണാം. അവയെ വേർതിരിച്ചെഴുതുമ്പോൾ അവയുടെ ഘടക പദങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ 3 കാലിലെ ഓട്ടം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഈ 3 കാലിൽ ഓട്ടം എന്ന് പറയുന്നത് 2 പദങ്ങളായി എഴുതുമ്പോൾ 3 കാലിൽ പ്ലസ് ഓട്ടം എന്നായിട്ടാണ് മാറുക. ഇനി അടുത്തതാണ് കായിക മേളക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒറ്റ വാക്കായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ 2 പദങ്ങളായിട്ട് എഴുതുമ്പോൾ എന്തായിട്ടാണ് ഇരിക്കും? കായിക മേളയ്ക്ക് എന്ന് പറയുന്നത് 1 ആയിട്ടും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് 2 ആയിട്ടും. അപ്പൊ 2 പദങ്ങളായിട്ട് അങ്ങനെ എഴുതാം. പങ്കെടുക്കാനാവാത്ത എന്ന് പറയുന്നത് ഒരൊറ്റ പദമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പങ്കെടുക്കാൻ പ്ലസ് ആവാത്ത എന്നതായ 2 പദമായി. ഊഴം അവസാനിച്ചു എന്ന് പറയുന്നത് ഊഴം പ്ലസ് അവസാനിച്ചു എന്നാക്കിയ 2 പദമാകും. അതുപോലെ അടുത്തതാണ് മറ്റൊന്നിനും എന്ന് പറയുന്നത് മറ്റ് പ്ലസ് ഒന്നിനും ആക്കാം, എന്തിനും എന്നാക്കാം. മറ്റെന്തിനും, മറ്റ് പ്ലസ് എന്തിനും. കട്ടിയേറിയ എന്ന് പറയുന്ന പദം കട്ടി പ്ലസ് ഏറിയ എന്നാക്കാം. ദെൻ ദൈർഘ്യമേറിയ, ദൈർഘ്യം പ്ലസ് ഏറിയ.
സമയം ഒന്നും സമയം പ്ലസ് ഒന്നും ആക്കാം. അവർക്കന്ന് എന്ന് പറയുന്നത് അവർക്ക് അന്ന് എന്നാക്കാം. രണ്ട് പദങ്ങളാക്കാം. തിരിച്ചിറങ്ങുക, തിരിച്ച് പ്ലസ് ഇറങ്ങുക. ഇവ രണ്ടോ അതിലധികമോ പദങ്ങൾ ചേർന്ന് രൂപപ്പെട്ട സംയുക്ത പദങ്ങളാണ്. ഇവയെ വേർതിരിച്ച് എഴുതുമ്പോൾ അവയുടെ അർത്ഥവും ഘടനയും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ നാലാമത്തത് കഴിഞ്ഞു. അടുത്തതാണ് അഞ്ചാമത്തത് നോക്കാം. അഞ്ചാമത്തത് എന്താണ്? മത്സരങ്ങളല്ലാത്ത കളികൾ. ടോമോയിലും നമ്മുടെ സ്കൂളുകളിലും നടക്കുന്ന കായിക മേളകളിൽ മറ്റു പല കളികളും മത്സരങ്ങളാണ്. അവയ്ക്ക് ജയവും തോൽവിയും ഉണ്ട്. നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ? അങ്ങനെയുള്ള കളി അനുഭവങ്ങൾ പരിചയപ്പെടാം. അപ്പൊ നമ്മൾ എപ്പോഴും കളിക്കുന്നത് ജയിക്കാനും തോൽക്കാനും, അങ്ങനെ ഒരു ജയപരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ആവില്ല. പല കളികളിലും നമ്മൾ ജയവും പരാജയവും ഒന്നും നോക്കാത്ത കളികളും ഉണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മത്സരങ്ങളിൽ ജയം പരാജയം അല്ലാത്ത കളികളാണ്. അപ്പൊ ഇത് അഞ്ചാമത്തിന്റെ ഉത്തരമാണ്. ജയവും തോൽവിയും പ്രധാനമല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിച്ചു പങ്കെടുക്കാൻ കഴിയുന്ന നിരവധി കളികളുണ്ട്. ഇത്തരം കളി കുട്ടികളിൽ സന്തോഷവും കൂട്ടായ്മയും നൽകുന്നു. അപ്പൊ അതായത് എല്ലാത്തിലും ജയവും ഉണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് അത് ഇഷ്ടമാവില്ല, ചിലപ്പോൾ അവർ തോൽപ്പിച്ചാലൊക്കെ. അപ്പൊ അങ്ങനത്തെ അല്ലാത്ത കളികളുമുണ്ട്. അങ്ങനത്തെ അല്ലാത്ത കളികൾ ഏതൊക്കെയാണ്? നിങ്ങൾ എല്ലാവരും കളിച്ചിട്ടുള്ള കളികളാണ് കണ്ണുകെട്ടിക്കളി, അമ്മാനക്കളി, കൊത്തങ്കല്ല്, അതുപോലെ ഒളിച്ചുകളി, കള്ളനും പോലീസും, കുളംകര, തലപ്പന്ത് കളി, നാരങ്ങാവാല്, കുട്ടിയും കോലും, അക്കുകളി, ഞൊണ്ടിക്കളി, കുഴിപ്പന്ത് കളി, ഈർക്കിൽ കളി, കിളിതട്ട് കളി എന്നിവ പറയാം. ഈ കളികളിൽ വിജയത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കളിയുടെ രസത്തിനും പങ്കാളിത്തവുമാണ്. അപ്പൊ ഇതിൽ ഒരുപാട് കളികൾ നിങ്ങൾ കളിച്ചിട്ടുണ്ടാകും, ചിലത് കളിച്ചിട്ടുണ്ടാകില്ല. അപ്പൊ ആ കളികളൊക്കെ എന്താണ്? ഇതിലൊന്നും ജയവും പരാജയവും ഒന്നും ഇല്ലാത്ത കളികളാണ് ഇവയെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടുന്ന് ഒന്നിൽ ഇത് കളിയുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമുക്ക് ഇതിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ 5 ഭാഗങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പൊ 5ന്റെയും ഉത്തരങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ടോമോയിലെ കായികമേള എന്ന് പറയുന്ന പാഠവിശദീകരണം ചെയ്തു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇതിലെ പ്രവർത്തനങ്ങളെല്ലാം സ്വയം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ കളി അനുഭവങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൽ നിന്ന് പ്രധാനമായി വരുന്നത് ആ കളി അനുഭവത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ അത് നന്നായി പഠിക്കുക. അടുത്ത വീഡിയോകളിലായി ഇതിന്റെ അടുത്ത പാഠമായ കാട്ടിലെ കളി എന്ന് പറയുന്ന പാഠമൊക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതുപോലെ 5ാം ക്ലാസ് കൂട്ടുകാർക്ക് മറ്റ് സബ്ജക്റ്റുകൾ ആവശ്യമെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.